ട്രീസ എന്ന് പറയും. പിന്നെ ഇത് മംഗോ കൊക്ക, മുരിക്കാശ്ശേരി കൊക്ക എന്നും പറയുന്നുണ്ട്. ഇത് പൊട്ടിച്ച് ഇതിന്റെ പൾപ്പെടുത്ത് ഈ ജാറിനകത്താക്കിയിട്ട് അത് പുളിക്കാൻ വേണ്ടി വെക്കും. ഫെർമെന്റേഷന് വേണ്ടിട്ട് എത്ര ദിവസം വെക്കണം? ഒരു 6 ദിവസം വേണം. 6 ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഉണക്കിയെടുക്കാം. ഇപ്പൊ ഇവര് പൊട്ടിച്ചോണ്ടിരിക്കുന്നത് ഈ ടൈപ്പ് കൊക്കോയാ? ഇതിപ്പോ മംഗോ കൊക്കയാണ്. മംഗോ അല്ലെ മുരിക്കാശ്ശേരി ടൈപ്പ് ഏതാ? അത് ട്രീസ. എന്താ അതിന്റെ പ്രത്യേകത? ഇത് ഏകദേശം ഒരു 350-400 അടുത്ത് പരിപ്പുണ്ട്. ശരി. ഇത് തൊണ്ടുകെട്ടി തീരെ കുറവാണ്. മംഗോയാണ്. ഇത് മംഗോ കൊക്ക. തൊണ്ടുകെട്ടി കുറവാണ് അല്ലേ? തൊണ്ടുകെട്ടി കുറവാണ്. ജമിനി നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് നെക്കി കഴിഞ്ഞാൽ ഇതായി പോകും. ഇതിന്റെ തൈകള് എവിടെ? തൈകള് നേഴ്സറിയിലുണ്ട്. ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന ബഡ് വഴി ഉണ്ട്, അല്ലാത്ത തൈകളും ഉണ്ട്. നമ്മുടെ തോട്ടത്തിൽ നിന്നാണ് തന്നെയുള്ള തൈകളെടുത്ത് ഉള്ളും കായെടുത്ത് പാകിക്കൊണ്ടാണ് അല്ലേ? എന്നിട്ട് ബഡ് ചെയ്തതുകൊണ്ട് ബഡ് ചെയ്യാത്തതുണ്ട്. മംഗോ കൊക്കോ, അതോടൊപ്പം തന്നെ ട്രീസ, പിന്നെ ജെമിനി എന്ന് പറയുന്നത് ജെമിനി അല്ലെങ്കിൽ ഓറഞ്ച് കൊക്കോ എന്ന് പറയും. അത് തൊണ്ടുകെട്ടി തീരെ കുറവുള്ളതിനാണ്. ഇതിനെല്ലാം സെയിം തൂക്കമാണ്.